കേരളത്തിൽ അങ്ങോളം ഇങ്ങോട്ടുള്ള ട്രാൻസ് മനുഷ്യരുടെ സന്തോഷ പ്രകടനങ്ങളും അവരുടെ കഴിവുകളും പുറത്തേക്കെടുക്കുന്ന ഒരു പദ്ധതി, അതൊരു ഫെസ്റ്റുമാണ് വർണ്ണപ്പകിട്ട് 2020. ബിന്ദു മാം അത് വളരെ എന്താ പറയുക, അത് ശരിക്കും ഒരു ഹ്യൂമൻ ബീങ് ഞങ്ങളെ മനസ്സിലാക്കിയിട്ട് ഞാൻ ജീവൻ ടി വിയിൽ ന്യൂസ് കാസ്റ്ററായിട്ട് വർക്ക് ചെയ്തിട്ട് 9 വർഷമാവുന്നു. അതോടൊപ്പം ഒരു തിയേറ്റർ ആർട്ടിസ്റ്റാണ്. കേരളത്തിലെ സാമൂഹ്യനീതി വകുപ്പിൻ്റെ എഫേർട്ടും അതുപോലെ അവരുടെ സപ്പോർട്ടും വളരെ വലുതാണ്. കലാകായികപരമായി അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ അഭിരുചികളെ എങ്ങനെ വളർത്തിക്കൊണ്ടുവരാം, എങ്ങനെയുള്ള സാംസ്കാരികമായിട്ടുള്ള കല വളർത്തിയെടുക്കാം, ഞങ്ങളിലും നിഷേധിക്കപ്പെട്ട ഒരു തരത്തിൽ പറഞ്ഞാൽ ശരിക്കും ഒരുപാട് ഞങ്ങളുടെ ബാല്യകാലവും അതുപോലെ കലാകായിക സാംസ്കാരിക രംഗങ്ങളിൽ ഞങ്ങളുടെ പഠനം പല വഴിക്കും ഡ്രോപ്പ് ഔട്ടായ സമയത്ത് പോലും ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള അവസരങ്ങൾ കിട്ടുമ്പോൾ കേരള ഗവൺമെൻറ്റിനും വർണ്ണപ്പകിട്ടിനും അനന്യം പദ്ധതിക്കും ട്രാൻസ് ഫെസ്റ്റിനും ഒത്തിരി നന്ദിയാണ്. ഇത്തരത്തിലുള്ള ഫെസ്റ്റിവൽ നടക്കുമ്പോൾ ഓരോ കമ്മ്യൂണിറ്റിയും കേരളത്തിൽ അങ്ങോളം ഇങ്ങോട്ടുള്ള ട്രാൻസ് മനുഷ്യരുടെ സന്തോഷ പ്രകടനങ്ങളും അവരുടെ കഴിവുകളും പുറത്തേക്കെടുക്കുന്ന ഒരു പദ്ധതി, അതൊരു ഫെസ്റ്റുമാണ് വർണ്ണപ്പകിട്ട് 2027. അതാണ് ഏറ്റവും കൂടുതലുള്ള സവിശേഷത. അത് മാത്രമല്ല, ഇത്തരത്തിലുള്ള പുരസ്കാരങ്ങളും അല്ലെങ്കിൽ അതിന് അർഹതപ്പെട്ട ആൾക്കാരും അടക്കം നമുക്ക് ശരിക്കും ഇത് ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള ഫെസ്റ്റുകളിലൂടെയാണ് ഞങ്ങൾ ജനങ്ങൾ അറിയുന്നതും അല്ലെങ്കിൽ സാധാരണ സസ്യജന്യ വ്യക്തികളിലൂടെ കിട്ടുന്നതിനേക്കാളുള്ള പുരസ്കാരം ഞങ്ങൾക്ക് മാത്രമായിട്ട് കിട്ടുന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ സ്വന്തമായിട്ട് നമ്മളെല്ലാവരും ഒന്നാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള അവസരങ്ങൾ കിട്ടുമ്പോൾ അതൊരു മറക്കാൻ പറ്റാത്ത തരത്തിലുള്ളൊരു വേദി കൂടിയാണ് വർണ്ണപ്പകിട്ടും. ഇത്തരത്തിലുള്ള സാംസ്കാരിക വേദികൾ സാമൂഹ്യനീതി വകുപ്പിൻ്റെ എഫേർട്ടും അതുപോലെ അവരുടെ സപ്പോർട്ടും വളരെ വലുതാണ്. ഇടതുപക്ഷ സർക്കാർ വന്നതിന് ശേഷമാണെങ്കിലും ട്രാൻസ്ജെൻഡർ ബിൽ പോളിസി പാസ്സായ സമയത്താണെങ്കിലും മാനസിക പരിഗണന രീതിയിൽ നമുക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ആഫ്റ്റർ കെയർ സർജറി ആയിക്കോട്ടെ അങ്ങനെയുള്ള ഫണ്ടുകളൊക്കെ നമുക്ക് തുടക്കകാലങ്ങളിൽ കൃത്യമായി ലഭിച്ചിരുന്നു. മിനിസ്ട്രിയുടെ എന്താ പറയുക ഒരു അക്സെപ്റ്റൻസ് അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള ഇടപെടൽ കാരണം ഞങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ആനുകൂല്യങ്ങളും അവസരങ്ങളും അല്ലെങ്കിൽ ചേർത്ത് നിർത്തുന്നതും തന്നെയാണ് ഈ പറഞ്ഞ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിന് കിട്ടുന്നത്. അനന്യം പദ്ധതിക്കാണെങ്കിലും ഇപ്പോൾ അവർ എടുക്കുന്ന ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്ന സംഭവം അത് വളരെ വലുതാണ്. ട്രാൻസ്ജെൻഡർ വർണ്ണപ്പകിട്ടിനും നമ്മൾ അതിൽ ഓരോ സ്റ്റാഫുകളോട് നന്ദി പറയുന്നു. അല്ലെങ്കിൽ ഗവൺമെൻറ് അതോറിറ്റിയിലെ ഓരോ മിനിസ്റ്ററി ഓഫീസിലെ ആൾക്കാരായിക്കോട്ടെ ഓരോ സ്റ്റാഫുകളും ഈ ഒരു കാര്യത്തിൽ ഞങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു സന്തോഷ നിമിഷമാണ് കാണുന്നതൊക്കെ. അതാണ് ഇത്തരത്തിൽ പറയാൻ. ബിന്ദു മാം അത് വളരെ എന്താ പറയുക, അത് ശരിക്കും ഒരു ഹ്യൂമൻ ബീങ് ഞങ്ങളെ മനസ്സിലാക്കി ഞങ്ങളുടെ അഭിരുചികളെ കണ്ടെത്താനും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ പോലും ഞങ്ങളെ അകറ്റി നിർത്താതെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നടപടികളിലേക്കൊക്കെ ഞങ്ങളുടെ സന്തോഷ നിമിഷങ്ങളെ വളരെ പരിശോധിച്ച് നന്നായി നടപടിയെടുത്താണ് ബിന്ദു മാം ഞങ്ങളെ മുന്നേക്ക് നയിക്കുന്നത്. അതോടൊപ്പം ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളും അവസരങ്ങളും ഉണ്ടെങ്കിൽ തന്നെ തലപ്പത്തിരിക്കുന്ന വ്യക്തികളായിട്ടുള്ള ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട ബിന്ദു ടീച്ചർ ഇടപെട്ടുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ 4ാമതാണിപ്പോൾ നമ്മുടെ ട്രാൻസ് ഫെസ്റ്റ് നടക്കുന്നത്. ആദ്യകാലങ്ങളിൽ ട്രാൻസിൻ്റെ കലോത്സവമായിരുന്നു. അത് മാറ്റി എല്ലാവർക്കും ഒരേ രീതിയിൽ അവസരം ലഭിക്കണമെന്ന രീതിയിൽ ഈ ഒരു സമയത്ത് നമുക്ക് ട്രാൻസ് ഫെസ്റ്റായിട്ട് മാറ്റി. ഇപ്പോൾ കഴിഞ്ഞ തവണ തൃശ്ശൂരായിരുന്നു, അതൊക്കെ മുന്നേ ട്രിവാൻഡ്രത്തായിരുന്നു. ഇപ്പോൾ ഈ പ്രാവശ്യം നമ്മുടെ ട്രിവാൻഡ്രത്ത് തന്നെയാണ്. ഇനിയിപ്പോൾ അനന്യം ഫെസ്റ്റ് വരുന്നത് കോഴിക്കോടാണ് അല്ലെങ്കിൽ പല ജില്ലകളിലാണെന്ന് പറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ മിനിസ്ട്രി ഭാഗത്തു നിന്നും നിയമപരമായിട്ട് ഞങ്ങൾക്ക് ബിന്ദു മാം വളരെ നല്ല സപ്പോർട്ടാണ് തരുന്നത്. ശരിക്കും തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ നമ്മൾ സോഷ്യൽ ജസ്റ്റിസ് അതാത് ജില്ലകളെ സോഷ്യൽ ജസ്റ്റിസ് സാമൂഹ്യനീതി വകുപ്പ് പ്രകാരം ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ ഓരോ കമ്മ്യൂണിറ്റികളുടെ അവരുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്ക് അല്ലെങ്കിൽ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് വാട്സാപ്പ് കൂട്ടായ്മകളിലേക്കും ഒക്കെ ഓരോ കമ്മ്യൂണിറ്റികൾ അതിൽ ഓരോരുത്തരും വാട്സാപ്പ് കൂട്ടായ്മകളിൽ അംഗമായിരിക്കും. അതല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഈ പ്രാവശ്യം ഓൺലൈൻ ഫോമും രജിസ്ട്രേഷനും ഒക്കെ എല്ലാ ജില്ലകളിലും തന്നെ കൊടുത്തിരുന്നു. അതോടൊപ്പം അത്തരത്തിൽ വിദ്യാഭ്യാസമില്ലാത്ത ആൾക്കാരെ ഈ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഓരോ ഓഫീസേഴ്സ് തന്നെ വളരെ പേഴ്സണലി അവരെ വിളിക്കും. അവരുടെ നമ്പേഴ്സും ഇപ്പോൾ ട്രാൻസ് ഐ ഡി കാർഡിനൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ അവരുടെ നമ്പേഴ്സും അവരുടെ ബാക്കിയുള്ള രേഖകളൊക്കെ കിട്ടുമല്ലോ. ആ സമയത്തും ഈ പറഞ്ഞ നിലവിലെ രേഖകളൊക്കെ വെച്ച് നോക്കുമ്പോഴേക്കും അവർ കൃത്യമായ അറിവുകളോടെ അവരെ എൻക്വയറി ചെയ്യാറുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ട്രാൻസ് ഫെസ്റ്റുകളെല്ലാം അതിലേക്ക് എത്തിക്കാറുണ്ട്. എൻ്റെ അവാർഡ് ഞാൻ ജീവൻ ടി വിയിൽ ന്യൂസ് കാസ്റ്ററായിട്ട് വർക്ക് ചെയ്തിട്ട് 9 വർഷമാവുന്നു. അതോടൊപ്പം ഒരു തിയേറ്റർ ആർട്ടിസ്റ്റാണ്. കേരളത്തിലെ ആദ്യത്തെ മഴവിൽ ധ്വനി എന്നൊരു ട്രാൻസ്ജെൻഡർ തിയേറ്റർ ആർട്ടിസ്റ്റ് ഗ്രൂപ്പിലൊരു ആർട്ടിസ്റ്റാണ്. പിന്നെ
2015-16 കാലഘട്ടത്തിൽ പട്ടണം റഷീദിൻ്റെ അടുത്ത് നിന്ന് മേക്കപ്പ് ഡിപ്ലോമ ആൻഡ് കോസ്തറ്റിക് മേക്കപ്പ് കോഴ്സ് പഠിച്ചിറങ്ങിയതിൻ്റെ പുരസ്കാരം, അതും ഒരു ട്രാൻസ് വ്യക്തി എന്ന രീതിയിൽ, പിന്നെ അതുകൂടാണ്ട് ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റായിട്ടും പിന്നെ ഒരു ആർട്ടിസ്റ്റായിട്ടും ഇപ്പോൾ 2-3 സിനിമകൾ ചെയ്തു. ഇപ്പോൾ റീസെൻ്റ്ലി ഇറങ്ങിയ ദാസേൻ്റെ സൈക്കിൾ എന്ന് പറയുന്ന സിനിമയിലെ ഒരു കഥാപാത്രം, അങ്ങനെയുള്ള മലയാള സിനിമകളിലും അങ്ങനെയുള്ള ഒരുപാട് കലാസാംസ്കാരികമായിട്ടുള്ള അവാർഡാണ് കിട്ടിയത്. പിന്നെ ഞാൻ ലൈറ്റ് മ്യൂസിക്കിൻ്റെ കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു, അതിനുള്ള പുരസ്കാരവും കിട്ടിയിരുന്നു. അപ്പോൾ ഈ പുരസ്കാരങ്ങൾ കിട്ടുമ്പോൾ ഓരോ ട്രാൻസ് വുമൻസിനും അല്ലെങ്കിൽ ഓരോ ക്യൂർ വ്യക്തികൾക്കും അല്ലെങ്കിൽ ഓരോ ട്രാൻസ് മെൻസിനും നമുക്ക് കിട്ടുന്ന അംഗീകാരമാണ് ശരിക്കും. അതൊരു സവിശേഷതയുള്ള അംഗീകാരമാണ്. നമ്മുടെ കമ്മ്യൂണിറ്റി നമുക്ക് നിലവിൽ തരുന്ന ഓരോ സവിശേഷതകളും അഭിമാനമുള്ള സമയമാണ് ശരിക്കും. ചിലർക്ക് വ്യക്തിപരമായിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു അടുത്ത സുഹൃത്തുക്കൾക്കൊക്കെ സംഭവിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ ചില ആൾക്കാർ സർജറി റിലേറ്റഡ് ആയിട്ട് കിടക്കുകയാണ്, സർജറി റിലേറ്റഡ് ആയിട്ട് കിടക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് പേഴ്സണലി പാരൻസിനെ റിലേറ്റഡ് ഫാമിലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ആൾക്കാർ ചിലപ്പോൾ അമ്മയ്ക്ക് വയ്യാതെ കിടക്കുന്നവരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കുറേ പേര്. പിന്നെ ഒഫീഷ്യലി പഠിക്കുന്നവരുണ്ട്. ഇപ്പോൾ നമുക്ക് തലസ്ഥാന നഗരിയിൽ വെക്കുമ്പോൾ ചില ആൾക്കാർക്ക് എത്തിപ്പെടാനുള്ള സാഹചര്യം വളരെ കുറവാണ്. അതിനുപരി എല്ലാവരിലേക്കും ഇത് എത്തുന്നുണ്ട്. പക്ഷേ ചില ആൾക്കാർക്ക് പഠനത്തിൻ്റെയും അല്ലെങ്കിൽ വേറെ സംസ്ഥാനങ്ങളിലേക്ക് ജോലിക്ക് പോകുന്നവരുണ്ടാവാം. ചിലപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ആയിരിക്കും, ഓരോരുത്തരുടെ വ്യക്തിപരമായതുകൊണ്ടായിരിക്കും ചിലർ വരാത്തതും, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ മനഃപൂർവ്വം വരാതെ എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു മുൻകാലങ്ങളിലെ അപേക്ഷയ്ക്ക് നോക്കുമ്പോൾ ഒരുപാട് പേര് എത്തിച്ചേരുന്നുണ്ട്. ഇതിനെ പറ്റിയിട്ടുള്ള ആധികാരികമായ അറിവ് കിട്ടുന്നുണ്ട് മറ്റുള്ള കമ്മ്യൂണിറ്റികൾക്ക് ശരിക്കും.